ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫയർഫോഴ്സ് എന്ന ആനിമി സീരീസിന്റെ സീസൺ 1 എപ്പിസോഡ് 3 ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വ്യക്തി ആ വേൾഡിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു. ഒരു ദിവസം പെട്ടെന്ന് എല്ലാവരുടെയും ദേഹത്ത് തീ ആളിപ്പടരാൻ തുടങ്ങി. ഇത് കാരണം കുറെ കൺട്രീസ് ഇല്ലാതെയായി. ഇവിടെ ടോക്കിയോയിലും കുറച്ച് സ്ഥലത്ത് മാത്രമേ താമസിക്കാൻ സാധിക്കൂ. അത് കൺട്രോൾ ചെയ്യുന്നത് ഹോളി സോൾ ടെമ്പിളും ഹൈജിമ ഇൻഡസ്ട്രീസുമാണ്. ഇത് കേട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട വ്യക്തി ഇദ്ദേഹത്തെ തൽക്കാലം ജോക്കർ എന്ന് വിളിക്കാം. ഈ കഥ എന്നെങ്കിലും തീരുമോ ആർക്കറിയാം. ബട്ട് പേഴ്സണലി എനിക്കിത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ് ഇഷ്ടം എന്ന് ആ സയന്റിസ്റ്റ് പറയുന്നു. ദെൻ ആ സയന്റിസ്റ്റ് ഞാൻ നിർമ്മിച്ച ആഷസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇത് കേട്ട് ആ സയന്റിസ്റ്റ് ഞാൻ ഫയർഫോഴ്സ് കമ്പനി 8 പറ്റി കുറച്ച് റിസർച്ച് ചെയ്തു. അവരുടെ ക്യാപ്റ്റൻ അകിറ്റാരോ ഓബി അവരുടെ മേലധികാരികളുടെ ഓർഡേഴ്സിനേക്കാൾ ആളുകളുടെ ജീവനാണ് പ്രാധാന്യം നൽകുന്നത്. ഇത് കാരണം അദ്ദേഹത്തിന് ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കമ്പനി 8 നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പവർ കാരണമാണ്. ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ജോക്കർ ഷിൻറയുടെ ഫയൽ നോക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഷിൻറയാണ് കാണിക്കുന്നത്. അവനിപ്പോ റൂക്കി ഗെയിംസ് കളിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവളുടെ പേര് ടാമാക്കി എന്നാണ്. അവളും ഷിൻറയെ പോലെ ഒരു 3rd ജനറേഷൻ ഫയർ സോൾജർ ആണ്. ഇവിടെ മാക്കി 119 എന്ന പേരുള്ള ഫയർ ഡിഫൻസ് ഏജൻസിയുടെ മാസ്കോട്ട് ക്യാരക്ടേഴ്സിനെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട് ഷിൻറ ഓക്കെ, ബട്ട് ഈ വയസ്സായ വ്യക്തിയുടെ മാസ്കോട്ട് എന്തിനാണ്? ഇത് കേട്ട് മാക്കി നീ മാമറുവിനെ പറ്റിയാണോ പറയുന്നത്? തുടക്കത്തിൽ 2 ഡോഗ്സും ഒരു കാറ്റുമായിരുന്നു. പിന്നെന്തൊക്കെയോ പ്രശ്നം കാരണം ഹയർ ഓഫീസേഴ്സിന് 3 ആനിമൽസ് ആകുന്നത് ഇഷ്ടപ്പെട്ടില്ല. സോ അവർ ഒരു ഡോഗിനെ ചേഞ്ച് ചെയ്ത് ഡോഗിനെ പോലെ തോന്നിക്കുന്ന ഒരു വയസ്സായ വ്യക്തിയുടെ മാസ്കോട്ട് നിർമ്മിച്ചു. ഇത് കേട്ട് ഷിൻറ എനിക്ക് 3 ആനിമൽസ് ആകുന്നതായിരുന്നു ഇഷ്ടം. ഇത് കേട്ട് മാക്കി മാമറു വളരെയധികം ക്യൂട്ടാണെന്ന് പറയുന്നു. നീ ഇതിനെ കണ്ടാണോ ക്യൂട്ട് എന്ന് വിളിക്കുന്നത്? ഈ റൂക്കി ഗെയിംസ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ മുമ്പ് കണ്ട സയന്റിസ്റ്റും ഉണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത ഇവിടെ ഷിൻറ അവിടെയുള്ള എല്ലാവരെയും നോക്കുന്നു. അപ്പൊ കമ്പനി 1 കണ്ടതും അവൻ ആ വ്യക്തിയെ നോക്കുന്നു. കാരണം ആ വ്യക്തിയാണ് ഷിൻറയെ തന്റെ കുട്ടിക്കാലത്ത് രക്ഷിച്ചത്. ദെൻ ഷിൻറ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോകുന്നു. ഇത് കണ്ട അദ്ദേഹം എന്തെങ്കിലും ഹെൽപ്പ് വേണോ? നീ പുതിയ റിക്രൂട്ട് ആണോ? യെസ് സാർ, എന്റെ പേര് ഷിൻറ കുസെക്കാബെ. ഷിൻറയുടെ പേര് കേട്ടതും അദ്ദേഹത്തിന്റെ മുഖം വല്ലാണ്ടാകാൻ തുടങ്ങി. ഷിൻറ അദ്ദേഹത്തോട് 12 വർഷം മുമ്പ് ഉണ്ടായ ഫയറിനെ പറ്റി ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം തനിക്ക് ടൈമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ അവിടെ ടാമാക്കി വരുന്നു. എന്ത് ധൈര്യമുണ്ടെങ്കിൽ നീ എന്റെ ക്യാപ്റ്റനോട് സംസാരിക്കും. അപ്പൊ ഷിൻറ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ബട്ട് അത് 18+ ആണ്, അതുകൊണ്ട് സ്കിപ്പ്. ദെൻ ഷിൻറ അദ്ദേഹത്തോട് വീണ്ടും ആ ഫയറിനെ പറ്റി ചോദിക്കുന്നു. അപ്പൊ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോകുന്നുവെന്ന് അനൗൺസ് ചെയ്യുന്നു. ഇത് കണ്ട അദ്ദേഹം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ട്. നീ പറയുന്നത് 12 വർഷം മുമ്പ് നടന്ന കാര്യമാണ്, ബട്ട് ഐ ആം സോറി, എനിക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ അദ്ദേഹത്തെ നോക്കി ഷിൻറ തന്റെ മനസ്സിൽ പറയുന്നുണ്ട് അദ്ദേഹം എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പൊ ഫസ്റ്റ് ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഈ ബിൽഡിങ്ങിനകത്ത് കുറെ ആളുകൾ ട്രാപ്പഡ് ആണ്. നിങ്ങൾ അതിനകത്ത് കയറി അവരെ രക്ഷിക്കണം. ആൻഡ് ഈ മാസ്ക് ഇട്ട വ്യക്തിയാണ് ഇൻഫേണലായി ആക്ട് ചെയ്യുന്നത്. അങ്ങനെ മത്സരം തുടങ്ങുന്നു. എല്ലാവരും ആ ബിൽഡിങ്ങിന് നേരെ വേഗത്തിൽ പോകുന്നു. ഷിൻറ മാത്രം അവിടെ തന്നെ നിൽക്കുന്നു. ദെൻ ഷിൻറ തന്റെ പവർ യൂസ് ചെയ്ത് ബിൽഡിങ്ങിന്റെ ടോപ്പിലെത്തുന്നു. ഇത് കണ്ട് ടാമാക്കി തന്റെ പവർ യൂസ് ചെയ്ത് വേഗത്തിൽ പോകുന്നു. ഷിൻറ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പോകുന്നു. അവൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ഷിൻറ പോകുമ്പോൾ ജോക്കർ അവിടെയുള്ള ആളുകളെ അടിച്ച് ബോധം കെടുത്തി അവിടെ നിൽക്കുന്നു. എന്നിട്ട് ഷിൻറയെ നോക്കി എനിക്ക് ഫുൾ അറ്റൻഷനും വേണം, എനിക്ക് 12 വർഷം മുമ്പ് നടന്ന ഫയറിനെ പറ്റി അറിയാം. ഇത് കേട്ട് ഷിൻറ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു. നിനക്ക് ആഗ്രഹം നിന്റെ അമ്മക്കും നിന്റെ ബ്രദറിനും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ? നിങ്ങൾ എന്താ പറയുന്നത്? ഇങ്ങനെ ഇരിക്കെ ജോക്കർ അവിടെയുള്ള ആളുകളെ വീണ്ടും അടിക്കുന്നു. ഇത് കണ്ട് ഷിൻറ അവരുടെ ദേഹത്തു നിന്ന് കാലെടുക്ക്, നീ ആദ്യം നിന്നെ പറ്റി ചിന്തിക്ക്. ഇത് കേട്ട് ഷിൻറ അവൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ബട്ട് ജോക്കർ അതിൽ നിന്നൊക്കെ ഈസിയായി ഒഴിഞ്ഞു മാറുന്നു. നിനക്ക് ആ ഫയറിനെ പറ്റി എന്താണ് അറിയുന്നത് എന്ന് ഷിൻറ ചോദിക്കുന്നു. ഇത് കേട്ട് ജോക്കർ നീ ആദ്യം എന്നെ ഒന്ന് എന്റർടൈൻ ചെയ്യ്, അതിനുശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള ആഷസ് വെളിയിലെടുക്കുന്നു. ആഷസ് എയറിലൂടെ ഷിൻറയുടെ അടുത്ത് വന്ന് ബ്ലാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ജോക്കർ വീണ്ടും ഷിൻറയെ അറ്റാക്ക് ചെയ്യുന്നു. ഷിൻറക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ ജോക്കർ അവന്റെ മുമ്പിൽ വന്ന് ഒരു മാതിരി ചിരിക്കുന്നു. ഷിൻറയുടെ കാര്യം അറിയാലോ, അവൻ ടെൻഷൻ ആയാൽ അവൻ സ്മൈൽ ചെയ്യും. അങ്ങനെ ഷിൻറയും സ്മൈൽ ചെയ്യുന്നു. അപ്പൊ ഷിൻറ മനസ്സിൽ പറയുന്നത് ഇവൻ എന്നെ കൊല്ലാൻ പോവുകയാണ്. ഷിൻറയുടെ ഫേസ് കണ്ട് ജോക്കർ കരുതുന്നത് അവൻ മാസ് കാണിച്ച് സ്മൈൽ ചെയ്തെന്നാണ്. നീ ഞാൻ വിചാരിച്ചതിലും ടഫാണ്, അതുകൊണ്ട് നിനക്കൊരു റിവാർഡ് ഉണ്ട്. ഞാൻ എല്ലാ ഇൻഫർമേഷനും ഇപ്പൊ പറയില്ല, ബട്ട് ഞാൻ ഒരു ചെറിയ ഇൻഫർമേഷൻ പറയാം. നിന്റെ ബ്രദർ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇത് കേട്ട് ഷിൻറ ഷോക്ക് ആവുന്നു. നീ എന്താ പറയുന്നത്? ഷോ ജീവനോടെ ഉണ്ടെന്നോ? ബട്ട് അവർ പറഞ്ഞത് ആ വയറ് കാരണം അവന്റെ ബോൺസ് പോലും കിട്ടിയിട്ടില്ലെന്നാണല്ലോ. ഷോ ജീവനോടുണ്ടെങ്കിൽ ഇത്രയും കാലം അവൻ എവിടെയായിരുന്നു? ആ ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ അവനൊരു വയസ്സ് പോലും തികയാത്ത കുഞ്ഞായിരുന്നു. ഇത് കേട്ട് ജോക്കർ മേ ബി ആരൊക്കെ ചേർന്ന് ഇതൊക്കെ ഹൈഡ് ചെയ്യുന്നതാണെങ്കിലോ? നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണം എന്നാണോ നീ കരുതുന്നത്? ഇത് പറഞ്ഞ് ഷിൻറ തന്റെ പവർ റിലീസ് ചെയ്യുന്നു. അപ്പൊ അവന് കമ്പനി 1 ക്യാപ്റ്റന്റെ മുഖം ഓർമ്മ വരുന്നു. ഇത് കണ്ട് ജോക്കർ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഒരുപക്ഷെ ഇത് സത്യമാണെങ്കിൽ നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ഇത് കേട്ട് ജോക്കർ നീ ഇപ്പോഴാണ് ഇതിൽ ഇൻട്രസ്റ്റ് കാണിച്ചത്. നിനക്ക് സത്യങ്ങൾ അറിയണമെങ്കിൽ നീ ഹീറോ ആകുന്നത് ഉപേക്ഷിച്ച്
എന്റെ കൂടെ ചേർന്ന് ഡെവിലാക്. ഇത് കേട്ട് ഷിൻഡ്ര, ഞാൻ എപ്പോഴും ഒരു ഹീറോ ആണ്, നിനക്ക് എന്തൊക്കെ സത്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞാലും നീ ഇവിടെ രണ്ടുപേരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷിൻഡ്ര ജോക്കറെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഷിൻഡ്ര മുമ്പത്തേക്കാൾ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആർതർ അകത്തേക്ക് വരുമ്പോ മുകളിൽ നിന്ന് ടമാക്കി അവന്റെ ദേഹത്ത് വന്ന് വീഴുന്നു. ഇങ്ങനെ ഇരിക്കെ ഷിൻഡ്രയും ജോക്കറും ഫൈറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ട് ടമാക്കി, എനിക്ക് അവിടെ നിന്ന് എന്തോ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ ആർതർ, ഞാൻ നിന്റെ കുശനല്ല. അപ്പോഴാണ് ടമാക്കി ആർതറിനെ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ എന്താണ് താഴെ ചെയ്യുന്നത്? ദെൻ അവർ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോകുന്നു. അവരെ കണ്ട് ഷിൻഡ്ര, ആർതർ, വെളിയിൽ നിന്ന് ഒരു വ്യക്തി വന്ന് നമ്മുടെ ആളുകളൊക്കെ അടിച്ചു, നീ വേഗം പോയി ഇത് റിപ്പോർട്ട് ചെയ്യ്. ഇത് കേട്ട് ആർതർ ഷിൻഡ്ര കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞ് ജോക്കറെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ബട്ട് ജോക്കർ അതിൽ നിന്ന് ഈസിയായി ഒഴിഞ്ഞു മാറുന്നു. ടമാക്കിയും തന്റെ പവർ ഉപയോഗിച്ച് ജോക്കർ അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് അവനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ദെൻ ജോക്കർ അവൾക്ക് നേരെ തന്റെ ആഷസ് എറിയുന്നു. ഇതൻ ഷിൻഡ്ര അവളെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ദെൻ ജോക്കർ തന്റെ കയ്യിലുള്ള എല്ലാ ആഷസും ആ റൂമിലിടുന്നു. എന്നിട്ട് ഷിൻഡ്രയെ നോക്കി, നീ ഒരു ഹീറോ ആണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും രക്ഷിക്ക്. ആഷസ് ആ റൂം മുഴുവനും പടരാൻ തുടങ്ങുന്നു. നമുക്ക് പിന്നെ കാണാം ഡെവിൽ എന്ന് പറഞ്ഞ് ജോക്കർ അവിടെ നിന്ന് പോകുന്നു. ഹീറോ പെട്ടെന്ന് തന്നെ അടികിട്ടിയ രണ്ടുപേരെയും എടുക്കുന്നു. എന്നിട്ട് ആർതറിനോട് മുകളിലെ ഭാഗം കട്ട് ചെയ്യാൻ പറയുന്നു. ഇത് കേട്ട് ആർതർ കട്ട് ചെയ്യുന്നു. ബട്ട് അതിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇത് കണ്ട് ടമാക്കി തന്റെ പവർ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഷിൻഡ്ര രണ്ടുപേരോടും തന്റെ കാല് പിടിക്കാൻ പറയുന്നു. എന്നിട്ട് ആഷസ് ബ്ലാസ്റ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ഷിൻഡ്ര തന്റെ ഫുൾ പവറും യൂസ് ചെയ്ത് അവിടെ നിന്ന് വെളിയിൽ വരുന്നു. ബ്ലാസ്റ്റിന്റെ പവർ കാരണം അവരെല്ലാവരും ഓരോ ഭാഗത്ത് പോകുന്നു. ഇങ്ങനെ ടമാക്കിയും ആർതറും വീകുമ്പോൾ കമ്പനി വണ്ടിയിലെ ക്യാപ്റ്റൻ വന്ന് ടമാക്കിയെ രക്ഷിക്കുന്നു. ഷിൻഡ്രയോട് അവർ രണ്ടുപേരെയും സേഫ് ആയി കൊണ്ടുപോകാൻ പറയുന്നു. ഇത് കണ്ട് ആർതർ, ഇനി എന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം അവനോട് താഴെ നോക്കാൻ പറയുന്നു. താഴെ നോക്കുമ്പോൾ ക്യാപ്റ്റൻ ഓബിയും മാക്കിയും ഒരു തുണി പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ ആർതർ അതിൽ വന്ന് വീകുന്നു. ഒരു മാക്കിയെ നോക്കി, നിനക്ക് കുറച്ച് മസിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇത് കേട്ട് മാക്കി, എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ ഗോറില എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ് അവനെ തറയിലിടുന്നു. ഷിൻഡ്ര മറ്റു രണ്ടുപേരെയും കൊണ്ട് സേഫ് ആയി ലാൻഡ് ചെയ്യുന്നു. ദെൻ ക്യാപ്റ്റൻ വന്ന് ടമാക്കിയെ രക്ഷിച്ചതിന് ഷിൻഡ്രയോട് നന്ദി പറയുന്നു. ദെൻ ക്യാപ്റ്റൻ ഓബി വന്ന് ഷിൻഡ്രയെ അഭിനന്ദിക്കുന്നു. പോകുന്നതിന് മുമ്പ് അദ്ദേഹം ക്യാപ്റ്റൻ ഓബിയോട് നിന്റെ ടീമിൽ നല്ലൊരു സോൾജർ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നൈറ്റ് ആകുന്നു. ഷിൻഡ്ര ക്യാപ്റ്റൻ ഓബിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ ഇന്ന് ഒരു വ്യക്തിയെ കണ്ടു, അവന് ഒരു തരത്തിലുള്ള പൗഡർ ഉപയോഗിച്ച് എക്സ്പ്ലോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ സെയിം ആഷസ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസവും കണ്ടത്. ക്യാപ്റ്റൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്പെഷ്യൽ ഫയർഫോഴ്സ് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ? ശരിക്കും നമ്മൾ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഫയർഫോഴ്സിൽ ജോയിൻ ചെയ്തത് ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ക്യാപ്റ്റൻ, നമ്മൾ ശരിക്കും ഹീറോസ് അല്ലേ? ഇത് കേട്ട് ക്യാപ്റ്റൻ, അതെ, നമ്മൾ നല്ലതിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ബട്ട് ഫയർഫോഴ്സ് ഒറ്റൊരു ഓർഗനൈസേഷൻ അല്ല. പോലീസ് സോൾ ടെമ്പിൾ, ടോക്കിയോ ആർമഡ് ഫോഴ്സസ്, ഫയർ ഡിഫൻസ് ഏജൻസി, ഈ പറഞ്ഞ 3 ബോഡീസും കമ്പൈൻ ചെയ്താണ് സ്പെഷ്യൽ ഫയർഫോഴ്സ് ഉണ്ടാക്കിയത്. ഓരോ കമ്പനിക്കും ഓരോ മോട്ടീവ് ഉണ്ട്. ആദ്യത്തെ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത് ഹോളി സോൾ ടെമ്പിൾ ആണ്. സെക്കൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് ടോക്കിയോ ആർമഡ് ഫോഴ്സും ആണ്. ആൻഡ് 5th കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത് ഹൈജിമ ഇൻഡസ്ട്രീസ് ആണ്. അവരാണ് ഇപ്പോൾ ഏറ്റവും പവർഫുൾ. ഇത് കേട്ട് ഷിൻഡ്ര, ഹൈജിമയ്ക്ക് ഇത്ര പവർ വരാൻ കാരണം എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വെപ്പൺസും നിർമ്മിക്കുന്നത് ഹൈജിമ ഇൻഡസ്ട്രീസ് ആണ്. അവരില്ലാതെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എല്ലാ കമ്പനീസും ഈവിലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ബട്ട് എല്ലാ കമ്പനീസും മറ്റു കമ്പനികളെ തങ്ങളുടെ റൈവൽസ് ആയാണ് കാണുന്നത്. അതുകൊണ്ട് അവർ എന്ത് കണ്ടുപിടിച്ചാലും അത് വേറെ കമ്പനീസുമായി ഷെയർ ചെയ്യില്ല. എല്ലാ കമ്പനീസിനും അവരുടേതായ മോട്ടീവ് ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ മോട്ടീവ് ബാക്കിയുള്ള ഈ കമ്പനീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുക എന്നതാണ്. ഇത് ഷിൻഡ്ര, അതെന്തിനാണ്? ഇത് കേട്ട് ക്യാപ്റ്റൻ, ഈ കമ്പനീസിൽ ആർക്കോ ഹ്യൂമൻ കമ്പോഷനെ പറ്റി അറിയാം. നമ്മൾ ആ വ്യക്തിയെ കണ്ടുപിടിച്ച് സത്യം എന്താണെന്ന് അറിയണം. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.